ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ബുള്ളറ്റ് റീസ്റ്റോറേഷനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബുള്ളറ്റ് റീസ്റ്റോറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇറക്കണ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തൊരു ബുള്ളറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾക്ക് ഉണ്ടായ ചിലവ്, അതായത് ഈ വണ്ടിക്ക് ഉണ്ടായ ചിലവ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ശരിക്കും ഇതൊരു UP രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. നമ്മളിപ്പോൾ 57,000 രൂപയുടെ അടുത്ത് വണ്ടിക്ക് ചിലവ് വന്നു. ഒരു പഴയ വണ്ടിയായിരുന്നു. അതിനെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം 1,80,000 രൂപ ടോട്ടൽ എമൗണ്ട് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1,80,000 രൂപ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ചേസും എഞ്ചിനും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും റീപ്ലേസ് ചെയ്തു. പിന്നെ ക്രാങ്ക് വെയിറ്റ് കൂട്ടി എഞ്ചിൻ്റെ വർക്ക് ചെയ്തു, എൻജിൻ ബഫിങ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കിയെടുത്തത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു പുതിയ വണ്ടി വാങ്ങുന്ന പൈസ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഒരു മിലിറ്ററി വണ്ടിയാണെന്ന് പറയുന്നത്. പിന്നെ ഇതിന് എൻജിൻ ക്രാങ്ക് വെയിറ്റ് കൂട്ടി, അതുപോലെ തന്നെ ബോഡി പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തു. ഒരുപാട് സാധനങ്ങൾ റീപ്ലേസ് ചെയ്തു. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഹാൻഡിൽ, പിന്നെ ഡിസ്ക് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക്, ഹബ്ബ് ചേഞ്ച് ചെയ്തിട്ട് ഡിസ്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടാങ്ക്, പഴയൊരു ടാങ്ക് പെയിൻറ്റിങ് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. പിന്നെ എൻജിൻ പോളിഷിങ് ചെയ്തിട്ടുണ്ട്, ക്രോം ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കാർബറേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ റോയൽ എൻഫീൽഡിന് വരുന്ന കാർബറേറ്ററാണ് യൂസ് ചെയ്തത്. പിന്നെ സൈഡ് കവർ പഴയ മോഡലിനെ മാറ്റിയിട്ട് പുതിയ മോഡലിൽ ക്ലാസിക്കിൽ വരുന്ന സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റിൽ വരുമ്പോൾ സെൻറ്ററിൽ നമ്മളുടെ റോയൽ എൻഫീൽഡ് പഴയ മോഡലിൻ്റെ ടൈലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. വലിയ ഇതിലുള്ള നമ്പർ പ്ലേറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഹബ്ബും റിമ്മും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേസും എൻജിനും ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ തന്നെ റോയൽ എൻഫീൽഡ് ജെന്യൂൻ പാർട്സ് തന്നെ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്തെന്ന് തന്നെ പറയാം. ഇപ്പോൾ എൻജിൻ്റെ ഭാഗങ്ങളിൽ ബഫിങ് ചെയ്ത് ക്ലിയർ ചെയ്ത് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയെടുത്തതാണ്. അതേപോലെ കാർബറേറ്റർ ചേഞ്ച് ചെയ്തതാണ്. അതേപോലെ ബാറ്ററി കവർ പുതിയ മോഡൽ, സൈഡ് കവർ പുതിയ മോഡലിൻ്റെ ചെയ്തിരിക്കുന്നു. ബാക്കിലെ ഷോക്ക് അബ്സർ, സീറ്റ് കവർ, ബാക്കിലെ ടൈലൈറ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ഹാൻഡിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. We are dreaming in the dark. We are nothing more than dust. Search but you stay lost. We are